നമ്മളെ നമ്മളിപ്പോ 2 ദിവസമായിട്ട് നാത്തൂന്റെ പോരും ഭാര്യ വീട്ടിൽ പോകണതൊക്കെ പാടായിട്ട് ആകെ വിമർശനം, പെണ്ണുങ്ങളൊക്കെ പാടെ കരിക്കലാണ്, ഒരു അന്ന് അടിക്കും. അപ്പൊ എന്താന്ന് വെച്ചാല് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങൾക്ക് കുറച്ച് എനർജി ഉള്ള ഒരു വീഡിയോ നമ്മള് ചെയ്തേക്കാം. അതായത് വയസ്സിലാ നമ്മളെ ഒരുത്തന്റെ ഭാര്യക്ക് ഇതേപോലെ സുഖമില്ലാതായിട്ട് മാരകമായ അസുഖമാണ്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഭാര്യനോട് ചോദിച്ച് ഭാര്യ പെണ്ണോട് ചോദിക്കാണ്, ഞാൻ മരിച്ചാൽ ഞാൻ എന്തായാലും മരിക്കും, അധികം ഉണ്ടാവില്ല, പിന്നെ ഇങ്ങനെ വേറെ പെണ്ണിട്ട് വന്നു. അപ്പം പറഞ്ഞു ഇഞ്ഞ മുത്ത ഞാൻ വേറെ കിട്ടൂല. അപ്പം പറഞ്ഞു ഞാൻ എന്റെ ഓർമ്മകളായിട്ട് കാലാകാലം ജീവിക്കുന്നു. അപ്പൊ ഇവള് പറഞ്ഞു അത് വേണ്ട, കല്യാണം അങ്ങനെ എന്തായാലും കഴിക്കില്ല, പക്ഷെ ഒരു വസിയത്തുണ്ട് എനിക്ക്, എന്റെ കബറിന്റെ മേലുള്ള മണ്ണുണ്ടല്ലോ ആ മണ്ണ് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. കബറിന്റെ മേലെ ആ മണ്ണിനുള്ള വെള്ളമൊഴിക്കുമല്ല, ആ നനവ് ഉണങ്ങുന്ന വരെ. അപ്പൊ ഇവിടെ മരിക്കുന്നത് ഒരു വർഷക്കാലം, അപ്പൊ 3-4 മാസം മഴയും കാര്യമൊക്കെ അങ്ങനെ പോയി. പിന്നെ നല്ല കടുത്ത വേനൽ വന്നു. ഈ കടുത്ത വേനൽ വന്നപ്പോ ഇവൻ ഡെയിലി പോയി നോക്കി ഇത് ഉണങ്ങിക്കണം, എപ്പോ പോയി നോക്കിയാലും ഈ മണ്ണ് ഉണങ്ങണില്ല. അങ്ങനെ ഇപ്പൊ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് അപ്പൊ ഭാര്യ എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞ വസിയത്ത് നിങ്ങൾ വേറൊരാളോട് പറയും ചെയ്യരുതെന്നാണ്. അപ്പൊ ഈ വസിയത്ത് ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഇപ്പൊ അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം ഇതുപോലെ കബറിങ്ങൾക്ക് ഇങ്ങനെ പോകുമ്പോണ്ട് ഇവന്റെ ഭാര്യയുടെ ആങ്ങള, അതായത് ഇവന്റെ അളിയന് ഇങ്ങനെ വരുന്നത്. ആ സലാനൊക്കെ പറഞ്ഞ് അലൈക്കും സലാം എന്നൊക്കെ പറഞ്ഞ് എവിടുന്ന പള്ളിയ വരുന്നതെന്ന് വെച്ചു അളിയനോട്. ഞാനും ഓളെ പെങ്ങളെ കബറിങ്ങ പോയി വരികയാണ്, അതിപ്പോ എന്തിയാന്ന് വെച്ച്. അല്ല ഓള് മരിക്കണതിന്റെ മുന്നേ എന്നോട് പറഞ്ഞു 2 നേരം കബറിങ്ങ പോയി വെള്ളം ഒഴിക്കാന്. അപ്പോഴാണ് ഈ കബറിന്റെ മേലത്തെ മണ്ണുണങ്ങാത്ത കഥ ഈ വസിയത്ത് ആരോടും പറയാൻ പാടില്ല, അതോട് അളിയറിഞ്ഞിട്ടില്ല. അപ്പൊ അളിയനോടും ആങ്ങളിനോടും നമ്മള് പറഞ്ഞിരിക്കണം ഞാൻ ഈ പറഞ്ഞ വസിയത്തേക്ക് ആരോടും പറഞ്ഞിട്ടില്ല. എങ്ങനെയുണ്ട് ബുദ്ധിമുട്ട്?